Hello guys, welcome back to Auto Drive. So, in this episode, a specialty code in this നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 2009-2010 മോഡൽ ബുള്ളറ്റ് ആണ്. So, ഈ രണ്ട് വെഹിക്കിൾസും കംപ്ലീറ്റ്ലി റീസ്റ്റോർ ചെയ്ത വെഹിക്കിൾസ് ആണ്. സോ നമുക്ക് എത്രമാത്രം ആ റീസ്റ്റോറേഷൻ പഴയ ബ്യൂട്ടിയിലേക്ക് തന്നെ കൊണ്ടുവന്ന് നോക്കി നോക്കാം. സോ സ്ട്രേറ്റ് അവേ ടു വീഡിയോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ രണ്ട് ക്ലാസിക് വാഹനങ്ങൾ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഏതാണ് 2009-2010 എന്ന്. സോ ഈ കാണുന്നതാണ് 2009 മോഡൽ, ഈ കാണുന്നത് 2010 മോഡലാണ്. സോ നമുക്ക് സ്ട്രേറ്റ് അവേ 2009 മോഡൽ തന്നെ റിവ്യൂ തുടങ്ങാം. സോ നമുക്ക് സ്ട്രേറ്റ് അവേ വെഹിക്കിളിൻ്റെ ഫ്രണ്ട് ഡിസൈനായിട്ട് നോക്കി നോക്കാം. തന്നെ വേറെ എടുത്തു പറയേണ്ട മാറ്റം വരുത്തിയിട്ടില്ല. അവർ ഓൾഡ് ലുക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി വെഹിക്കിൾ ഒന്ന് ഫുള്ള് റീപെയിൻറ്റ് ചെയ്ത വെഹിക്കിൾ തന്നെയാണ്. ഒന്ന് ഒരു പോളിഷ് കോട്ടും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രണ്ട് ഡിസൈൻ നോക്കുമ്പോൾ തന്നെ ആ ക്രോമോട് കൂടി ഹെഡ്ലൈറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. ഒരു ബോർഡ് കൂടെ കോൺഫിഗറേഷൻ കൊടുത്തിട്ടുണ്ട്. നോർമലി ഹാലജൻ ബൾബ് തന്നെ വന്നിട്ടുള്ളത്. പിന്നെ ഓൾഡ് ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സസ്പെൻഷനൊക്കെ നോക്കുമ്പോൾ തന്നെ വന്നിട്ടുള്ളത് ടെലസ്കോപ്പിക് വിത്ത് ഹൈഡ്രോളിക് ഡാമിംഗ് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡ്രം ബ്രേക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ നോർമൽ റിം വീൽസ് തന്നെ ആണ് വന്നിട്ടുള്ളത്. 19 ഇഞ്ചാണ് വീൽ വന്നിട്ടുള്ളത്. സോ വേറെ മാറ്റങ്ങളൊന്നും ഫ്രണ്ട് പോർഷൻ കൊടുത്തിട്ടില്ല. മിറേഴ്സും എല്ലാം കോമൺ സെയിം ടൈപ്പ് ഓഫ് മിറേഴ്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ഹാൻഡിൽ ബാർ മാത്രം ചെറിയ ഒരു അപ്ഡേഷൻസ് വരുത്തിയിട്ടുണ്ട്. അല്ലാതെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഒരു ഓൾഡ് ലുക്ക് തന്നെ കംപ്ലീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ നമ്മൾ 2009 മോഡൽ. നമുക്ക് എൻജിൻ സ്പെസിഫിക്കേഷനിൽ പോയി നോക്കി നോക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് വന്നിട്ടുള്ളത് 346 cc ആണ്. എൻജിൻ ടൈപ്പ് വന്നിട്ടുള്ളത് സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് എൻജിനാണ്. പിന്നെ പവർ തരുന്നത് 18 bhp at 5000 rpm. കൂടാതെ തന്നെ ടോർക്ക് വന്നിട്ടുള്ളത് 32 mm at 3000 rpm ആണ്. ഓൾമോസ്റ്റ് ടോപ്പ് സ്പീഡ് പറയുന്നത് 100 km/h ആണ്. പിന്നെ നമുക്ക് ഫ്യൂൽ സിസ്റ്റം ഒക്കെ നോക്കുമ്പോൾ തന്നെ കാർബറേറ്ററാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ വെഹിക്കിൾ റൈറ്റ് സൈഡിലാണ് ഗിയർ ലിവർ വന്നിട്ടുള്ളത്. 2009 മോഡൽ വരെയാണ് റൈറ്റ് സൈഡിൽ വന്നിട്ടുള്ളത്. 2010 മോഡൽ ഗിയർ വന്നിട്ടുള്ളത് ലെഫ്റ്റ് സൈഡിലാണ്. പിന്നെ കൂടാതെ തന്നെ ഇവിടെ കിക്കർ വന്നിട്ടുണ്ട്. പിന്നെ കൂടാതെ തന്നെ ന്യൂട്രൽ ലിവറും വന്നിട്ടുണ്ട്. പിന്നെ എടുത്തു പറഞ്ഞൊരു കാര്യം, ഈ വണ്ടിയിൽ ഇഗ്നീഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. നോർമലി ഇഗ്നീഷൻ ഇവിടെ അല്ല വന്നിട്ടുള്ളത്. നമ്മുടെ നോർമൽ കാണുന്ന പൊസിഷൻ തന്നെയാണ്. ഇത് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തതാണ്. ഇഗ്നീഷൻ ഇങ്ങോട്ട് മാറ്റിയതാണ്. ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തതാണ്. അതൊരു എക്സ്ട്രാ ഒരു മോഡിഫിക്കേഷൻ ആയിട്ട് വെച്ചാൽ പറയാൻ പറ്റും. പിന്നെ കൂടാതെ തന്നെ എക്സോസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ തന്നെ സ്റ്റോക്ക് എക്സോസ്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൽ അപ്ഡേഷൻസ് ഒന്നും വരുത്തിയിട്ടില്ല. പിന്നെ കൂടാതെ ഈ ഭാഗത്ത് നോക്കുമ്പോൾ വേറെ അങ്ങനെ മാറ്റങ്ങളൊന്നും എടുത്തു പറയാനുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ അടുത്ത് നമുക്ക് വെഹിക്കിളിൻ്റെ റിയർ സസ്പെൻഷൻ ഒക്കെ നോക്കുമ്പോൾ തന്നെ സ്വിംഗ് ആം സസ്പെൻഷൻ വന്നിട്ടുള്ളത്. സ്റ്റോക്ക് ഒക്കെ വന്നിട്ടുള്ളത്. എന്നാൽ ഇത് സ്വിംഗ് ആം വിത്ത് ഗ്യാസ് ഷോക്ക് അബ്സോർബർ ചെറിയൊരു അപ്ഡേഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട് സസ്പെൻഷനിൽ. പിന്നെ കൂടാതെ തന്നെ റിംസൊക്കെ നോക്കുമ്പോൾ തന്നെ 19 ഇഞ്ച് റിമ്മാണ് വന്നിട്ടുള്ളത്. കൂടാതെ തന്നെ ഡ്രം ബ്രേക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മളുടെ ഈ 2009 മോഡലിൽ 350 ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുള്ളത് 140 mm ആണ്. വീൽ ബേസ് വന്നിട്ടുള്ളത് 1370 mm ആണ്. പിന്നെ ഡ്രൈ വെയ്റ്റ് വന്നിട്ടുള്ളത് 163 കിലോഗ്രാമാണ്. പിന്നെ സീറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. ഒന്നുകൂടി അത് റീക്വഷൻ ചെയ്തിട്ടുള്ള സീറ്റ്സ് തന്നെയാണ്. പിന്നെ ഗ്രാബ് ബാറും സെയിം ഗ്രാബ് ബാർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സൈഡിൽ വേറെ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. ഇവിടെ ബുള്ളറ്റ് 350 തന്നെ നെയിമിങ്ങും കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് വെഹിക്കിളിൻ്റെ ബാക്ക് സെക്ഷനൊക്കെ നോക്കുമ്പോൾ തന്നെ ഇൻഡിക്കേറ്റേഴ്സും ചേഞ്ച് ചെയ്തിട്ടില്ല. ടെയിൽ ലാമ്പ് ചെറിയ അപ്ഡേഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. വേറെ അങ്ങനെ എടുത്ത് പറഞ്ഞ മാറ്റങ്ങളൊന്നും ബാക്കിൽ വന്നിട്ടില്ല. നമുക്ക് ഈ സെക്ഷൻ നോക്കുമ്പോൾ തന്നെ ഇത് വന്നിട്ടുള്ളത് 4 സ്പീഡാണ് ഗിയർ ബോക്സ് വന്നിട്ടുള്ളത്. ഇവിടെ ചെറിയ ഗ്രാബ് ബാറൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് ഫ്യൂവൽ ഫിൽറ്ററാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇപ്പോഴത്തെ ടെക്നോളജി തന്നെ ഉദ്ദേശിക്കുന്നതല്ല, ഇത് കുറച്ചും കൂടി ഇതിൽ വിസിബിളായി കാണാൻ പറ്റുന്നതാണ്. ഫ്യൂവൽ ഫിൽറ്റർ കണ്ടില്ലേ, ഇത് വേണമെങ്കിൽ ഇങ്ങനെ അടിച്ചടിച്ചിട്ട് പൊട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്നാൽ കൂടി അവരത് ഓൾഡ് ലുക്ക് നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നിക്ലിംഗ് ഒക്കെ ചെയ്തിട്ട് വളരെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് എൻജിൻ കൊണ്ട് നടക്കുന്നത്. പിന്നെ ഇവിടെ ഹോൺ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ റോയൽ എൻഫീൽഡ് എന്നൊരു നെയിമിങ്ങും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹാൻഡിൽ ബാർ സെക്ഷൻ ഒക്കെ നോക്കുമ്പോൾ തന്നെ ഹാൻഡിൽ ബാർ ചെറിയ അപ്ഡേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഓൾഡ് മോഡലിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. പിന്നെ കൂടുതൽ മിറേഴ്സൊക്കെ നോർമൽ മിറേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. സ്വിച്ചസൊക്കെ ചെറിയ അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഗ്രിപ്സും ചെറുതായി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നോർമലി വെഹിക്കിളിൽ ഇഗ്നിഷൻ സ്വിച്ച് ഇവിടെ വന്നിട്ടുള്ളത് അത് നേരെ താഴത്തേക്ക് മാറ്റി ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ഇങ്ങോട്ട് മാറ്റി അതൊരു ഓൾഡ് ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. എന്നാൽ 2009 മോഡൽ ഈ സാധനം വന്നിട്ടില്ല. ബട്ട് അതൊരു എന്താ പറയുക, ഒരു ഓൾഡ് ടച്ച് കുറച്ചും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹെഡ്ലൈറ്റ് സ്വിച്ചസ് ഇങ്ങോട്ട് മാറ്റിയിട്ടുള്ളത്. ബാക്കിയെല്ലാം നോർമലി സെയിം ആണ്. ഇനി മീറ്റേഴ്സൊക്കെ നോക്കുമ്പോൾ തന്നെ ഫുള്ളി കാണുന്ന രീതിയിലുള്ള അൺലോക്ക് മീറ്റേഴ്സ് തന്നെയാണ്. സ്പീഡോമീറ്ററും ടോട്ടൽ കിലോമീറ്റേഴ്സൊക്കെ അൺലോക്കിലും പിന്നെ ആംബിയർ മീറ്ററും വന്നിട്ടുണ്ട്. അങ്ങനെ വേറെ എടുത്തു പറയേണ്ട മാറ്റങ്ങളും വന്നിട്ടില്ല. പിന്നെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ടുള്ളത് 14.5 ലിറ്ററാണ് വന്നിട്ടുള്ളത്.
2010 മോഡൽ. നമുക്ക് കമ്പാരിസൺ ചെയ്യുമ്പോൾ തന്നെ ഹെഡ്ലൈറ്റ്സ് ഒന്നും വലിയ അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ല. ഓൾഡ് ഹാലജൻ ഹെഡ്ലാമ്പ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ക്രോമിയം പ്ലേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. സസ്പെൻഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെലിസ്കോപ്പി സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. വീൽസ് വന്നിട്ടുള്ളത് 19 ഇഞ്ച് വീൽസും ഡ്രം ബ്രേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. അടുത്ത് നമുക്ക് എൻജിൻ പോർഷനിലേക്ക് വരുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ 2009 മോഡലിൽ നമ്മുടെ ഗിയർ ലിവർ റൈറ്റ് സൈഡിൽ വന്നിട്ടുള്ളത്. എന്നാൽ 2010 മോഡൽ മുതൽ ഗിയർ ലിവർ ലെഫ്റ്റ് സൈഡിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ ബ്രേക്ക് ലിവർ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ന്യൂട്രൽ ലിവർ വന്നിട്ടില്ല. ഇതൊരു 5 സ്പീഡ് ട്രാൻസ്മിഷനാണ് വന്നിട്ടുള്ളത്. എഞ്ചിൻ ഡിസ്പ്ലേസ്മെൻറ്റ് വന്നിട്ടുള്ളത് 346 cc ആണ്. സിംഗിൾ സിലിണ്ടർ ട്വിൻ സ്പാർക്ക് എഞ്ചിനാണ് വന്നിട്ടുള്ളത്. ഈ വെഹിക്കിൾ തരുന്ന മാക്സിമം പവർ വന്നിട്ടുള്ളത് ഏകദേശം 20.5 PS at 5250 RPM. പിന്നെ ടോർക്ക് വന്നിട്ടുള്ളത് 28 Nm ടോർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഒരു 5 സ്പീഡ് ഗിയർ ബോക്സും ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ടുള്ളത് 13.5 ലിറ്ററാണ്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുള്ളത് ഏകദേശം ഒരു 135 mm. വീൽ ബേസ് വന്നിട്ടുള്ളത് 1370 mm ആണ്. ഇവിടെ എയർ ഫിൽറ്റർ ബോക്സ് വന്നിട്ടുണ്ട്. അത് രണ്ടിലും ഏകദേശം കോമൺ തന്നെയാണ്. ഇതിന് എക്സോസ്റ്റ് ചേർത്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന് എക്സോസ്റ്റ് അല്ല വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ബുള്ളറ്റ് 350 എന്ന നെയിമിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വണ്ടിയുടെ വെയിറ്റ് വന്നിട്ടുള്ളത് 183 കിലോഗ്രാമാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് സസ്പെൻഷൻ നോക്കുമ്പോൾ തന്നെ ട്വിൻ ഷോക്ക് സസ്പെൻഷൻ വന്നിട്ടുള്ളത് വിത്ത് 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിളാണ് വന്നിട്ടുള്ളത്. സോറി, ഞാൻ നേരത്തെ പറയുമ്പോൾ ഒരു വ്യത്യാസം വന്നു. ഞാൻ സ്വിംഗാം എന്നാണ് പറഞ്ഞത്. അതും സെയിം ടൈപ്പ് ഓഫ് സസ്പെൻഷൻ തന്നെയാണ് ഏകദേശം വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ എക്സ്ട്രാ ഒരു ചെയിൻ ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്. ഇത് എക്സ്ട്രാ വെച്ചതാണ്. ഇത് പുതിയ വണ്ടിയുടെ പോലെ തന്നെ ജസ്റ്റ് ഒരു എക്സ്ട്രാ ആഡ് ഓൺ ആയി കൊടുത്തൊരു കാര്യം തന്നെയാണ്. പിന്നെ 19 ഇഞ്ച് റിം വീൽസ് തന്നെയാണ് ബാക്കിൽ വന്നിട്ടുള്ളത്. നമുക്ക് സീറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ തന്നെ ഇത് കുറച്ചും കൂടി കുഷനോട് കൂടിയ സീറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ റിയർ പോർഷൻ നോക്കുമ്പോൾ തന്നെ ടെയിലൈറ്റ്സ് ആയാലും ഇൻഡിക്കേറ്റേഴ്സ് ആയാലും ഇവിടെ റിഫ്ലക്ടറൊക്കെ ഓൾഡ് മോഡൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ വലിയ അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ല. കംപ്ലീറ്റ്ലി ആ ഓൾഡ് ലുക്ക് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ വണ്ടിയുടെ ഹാൻഡിൽ ബാർ നോക്കുമ്പോൾ തന്നെ ഇതിൽ ഓൾഡ് ഹാൻഡിൽ ബാർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ നമുക്ക് ആ ഒരു പഴയ ഒരു റോയൽ ലുക്ക് തന്നെ ഒരു തരുന്ന എല്ലാവരും എപ്പോഴും പറയും ബുള്ളറ്റിലിരിക്കുമ്പോൾ തന്നെ ഒരു ഫീൽ കിട്ടുമ്പോൾ ആ സൗണ്ടും പിന്നെ ഹാൻഡിൽ ബാർ പൊസിഷനിങ് ഒക്കെ ആണ് നമ്മൾ മെയിൻ പറയാറുള്ളത്. മിറേഴ്സൊക്കെ ഓൾഡ് മിറേഴ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലും ചെറിയതായിട്ട് ഗ്രിപ്പും ഈ സ്വിച്ചസൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇത് ന്യൂ വണ്ടിയുടെ ഒരു സ്വിച്ചസാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ എൻജിൻ കിൽ സ്വിച്ച് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇലക്ട്രിക് സ്റ്റാർട്ട് വരുന്നില്ല. ഇത് 2 കിക്ക് സ്റ്റാർട്ടാണ്. 2009 ആയാലും 2010 ആയാലും 2 കിക്ക് സ്റ്റാർട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഓൾമോസ്റ്റ് ഒരു 40 കിലോമീറ്ററോളം മൈലേജ് കിട്ടുന്നുണ്ട്. യൂസർ റിവ്യൂസ് പറയുമ്പോൾ തന്നെ അവർക്ക് ഏകദേശം ഒരു 40 കിലോമീറ്റേഴ്സോളം മൈലേജ് കിട്ടുന്നുണ്ട് പറയുന്നുണ്ട്. വിച്ച് ഇസ് ഗുഡ്. ഒരു 350 cc ബൈക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 40 കിലോമീറ്റർ പെർ ലിറ്റർ ഒരു പഴയ വണ്ടിക്ക് കിട്ടുന്നത് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കാര്യം തന്നെയാണ്. പുള്ളി കുറച്ചും ലോങ് ആയിട്ട് പോകുന്ന ആളാണ്. പുള്ളി പറഞ്ഞ ഏകദേശം ഒരു 40 കിലോമീറ്ററോളം മൈലേജ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞു ഇഗ്നിഷൻ സ്വിച്ച് 2009 മോഡലും ഇങ്ങനെയാണ് വരിക. അത് കസ്റ്റമർ അവർ പ്രിഫറൻസ് അനുസരിച്ചിട്ട് ഈ സൈഡിലേക്ക് ചേഞ്ച് ചെയ്തതാണ്. എന്നിട്ട് അവിടെ ഹെഡ്ലൈറ്റ് സ്വിച്ച് കൊടുത്താണ്. എന്നാൽ ഇവിടെ നോർമലി ഇഗ്നിഷൻ സ്വിച്ച് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ആംബിയർ മീറ്റർ വന്നിട്ടുണ്ട്. ഇവിടെ നോർമലി കാണുന്ന സ്പീഡും ടോട്ടൽ കിലോമീറ്ററും ഇൻഡിക്കേഷൻസും ഒക്കെ എല്ലാം അൺലോക്കിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ന്യൂട്രൽ നമ്മുടെ ഡിമ്മും ബ്രൈറ്റ് സ്വിച്ചസ് ഇൻഡിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡിലൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ അടുത്ത ബൈക്കുമായി കണ്ടുമുട്ടാം. ടേക്ക് ദ ഇൻ ദ സൈനിങ് ഓഫ്. ബൈ.